ഹായ് മക്കളെ, 5ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ രണ്ടാമത്തെ യൂണിറ്റാണ്. രണ്ടാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠഭാഗവുമാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ നമ്മൾ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. രണ്ടാമത്തെ യൂണിറ്റ് ദ വിങ്സ് ഓഫ് ഡ്രീംസ് എന്നുള്ളതാണ്. ഡ്രീംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വപ്നങ്ങൾ അല്ലേ. വിങ്സ് എന്ന് പറഞ്ഞാൽ ചിറക്. അപ്പോൾ സ്വപ്നങ്ങളുടെ ചിറകുകളെ കുറിച്ചിട്ടാണ് ഈ ഒരു പാഠഭാഗത്തിൽ, ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു കുട്ടി ഇങ്ങനെ ഒരു മഴ പെയ്യുമ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ, റെയിൽവേ ട്രാക്കിലേക്ക് നോക്കി നിൽക്കുകയാണ്. ഇവിടെ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ഡ്രീംസ് ട്രാൻസ്ഫോം ഇൻ ടു തോട്ട്സ് ആൻഡ് തോട്ട്സ് റിസൾട്ട് ഇൻ ആക്ഷൻ. ഡ്രീംസ് എന്ന് പറയുന്നത് എന്താണ്? സ്വപ്നങ്ങൾ. സ്വപ്നങ്ങൾ എന്താണ്? ചിന്തകളിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ആൻഡ് തോട്ട്സ് റിസൾട്ട് ഇൻ ആക്ഷൻ. ആ ചിന്തകളാണ് അതിൻ്റെ റിസൾട്ടായിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്? അതിനാവശ്യമായിട്ടുള്ള ആക്ഷൻസ് വരുന്നത് എന്നാണ് APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഡ്രീം കണ്ടുകൊണ്ടേയിരിക്കുക. നമുക്ക് ഒരുപാട് ഡ്രീം കാണുമ്പോൾ നമുക്ക് എന്താണ്? അവിടേക്ക് എത്തിച്ചേരാനുള്ള ഒരു ഇൻസ്പിറേഷൻ നമുക്ക് ഉണ്ടായിരിക്കും. ഇനി ഇവിടെ നോക്കൂ, 2 ട്രെയിൻ തന്നിട്ടുണ്ട് അല്ലേ. ഒന്നെന്താണ്? പണ്ടുള്ള കൽക്കരി ട്രെയിനാണ്, കോളിൻ്റെ ട്രെയിനാണ്. മറ്റൊന്ന് നോർമൽ ട്രെയിനുമാണ് തന്നിട്ടുള്ളത്, പെട്രോളിയം ട്രെയിനാണ് തന്നിട്ടുള്ളത്. ഇൻ ദ പിക്ചേഴ്സ് ഗിവൻ എബവ് യു ക്യാൻ സീ 2 ട്രെയിൻസ്. എന്താണ്? മുകളിലുള്ള പിക്ചറിൽ നിങ്ങൾക്ക് 2 ട്രെയിൻ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആർ ദീസ് ട്രെയിൻസ് ഡിഫറെൻറ്റ് ഇൻ എനി വേ? ഹൗ ആർ ദേ ഡിഫറെൻറ്റ്? ഇത് എങ്ങനെയും ഡിഫറെൻറ്റ് ഉണ്ടോ? എന്താണ് അതിൻ്റെ ഡിഫറെൻറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ദ ഓൾഡ് വൺ, ഇറ്റ് ഈസ് യൂസിങ് ടു ദ കോൾ. ദ സെക്കൻഡ് വൺ ഈസ് ദ ന്യൂ വൺ, ദാറ്റ്സ് യൂസിങ് പെട്രോളിയം ആൻഡ് ഡീസൽ ലൈക്ക് ദാറ്റ്. ഓക്കെ, ഹാവ് യു എവർ ട്രാവൽഡ് ബൈ ട്രെയിൻ? നിങ്ങൾ എപ്പോഴെങ്കിലും ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എസ് ആണെങ്കിൽ എസ് കൊടുക്കുക, നോ ആണെങ്കിൽ നോ കൊടുക്കുക. വാട്ട് വാസ് യുവർ എക്സ്പീരിയൻസ് ഡ്യൂറിങ് യുവർ ട്രെയിൻ ജേർണി? അപ്പോൾ ആ ഒരു ട്രെയിനിലെ യാത്രയിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതും നിങ്ങളുടെ കയറിയിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് എഴുതുക, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും എഴുതണ്ട. ഷെയർ ഇറ്റ് ടു യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനാണ് പറഞ്ഞത്. നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ്. എന്താണ്? ചെറിയൊരു എൻജിന് കഴിയും, അത് ചെയ്യാൻ കഴിയും. നൗ റീഡ് യുവർ ദ ജേർണി ഓഫ് എ ലിറ്റിൽ ട്രെയിൻ. ഇവിടെ ലിറ്റിൽ ട്രെയിനിൻ്റെ ഒരു ജേർണിയാണ് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്കത് വായിച്ചു നോക്കാം. ദ ലിറ്റിൽ ട്രെയിൻ റാൻ അലോങ് ദ ട്രാക്സ്. എന്താണ്? ലിറ്റിൽ ട്രെയിൻ അതിൻ്റെ ട്രാക്കിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഷീ വാസ് എ ഹാപ്പി ലിറ്റിൽ ട്രെയിൻ. അത് വളരെ സന്തോഷമുള്ള ഒരു ലിറ്റിൽ ട്രെയിനാണ്. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ചെറുത്, ചെറിയ ഒരു തീവണ്ടി. ഹെർ കാർസ് വേർ ഫുൾ ഓഫ് ഗുഡ് തിങ്സ് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ്. അപ്പോൾ അതിൻ്റെ കാറിൽ, അതിൻ്റെ ഉള്ളിൽ എന്താണ്? ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള നല്ല കുറേ ടോയ്സാണ് അതിൽ ഉള്ളത്. ദർ വേർ ഓൾ കൈൻഡ് ഓഫ് ടോയ് എനിമൽസ്. അതിൽ എല്ലാ തരത്തിലുള്ള മൃഗങ്ങളുടെ ടോയ്സും ഉണ്ട്. ജിറാഫ്സ് വിത്ത് ലോങ് നെക്സ്, ടെഡി ബിയേഴ്സ് വിത്ത് നോ നെക്സ് ആൻഡ് ഈവൻ എ ബേബി എലിഫൻറ്റ്. അപ്പോൾ അതിൽ വലിയ നെക്കുള്ള ജിറാഫ് ഉണ്ട്, അതുപോലെ തന്നെ നെക്കില്ലാത്ത ടെഡി ബിയർ ഉണ്ട്, മാത്രമല്ല ബേബി എലിഫൻറ്റ്, അങ്ങനെ എല്ലാതും അതിലുണ്ടെന്നാണ് പറയുന്നത്. ദർ വേർ ഓൾ കൈൻഡ് ഓഫ് ഡോൾസ് ടു. അതുമാത്രമല്ല അതിൽ എല്ലാ തരത്തിലുള്ള ഡോളുകളും പാവകളും ഉണ്ട്. Dolls with blue eyes and yellow hair, dolls with brown eyes and brown hair, and the funniest toy clown you ever saw. അപ്പോൾ അതിൽ എന്തൊക്കെയുണ്ട്? നല്ല മഞ്ഞ നിറത്തിലുള്ള ഹെയറും ബ്ലൂ ഐ ഒക്കെ ഉള്ള ടോളുണ്ട്, അതുപോലെ തന്നെ ബ്രൗൺ ഐസും ബ്രൗൺ ഹെയറും ഉള്ള ടോളുണ്ട്, മാത്രമല്ല വളരെ ഫണ്ണി ആയിട്ട് ക്ലൗണൊക്കെ വെച്ചിട്ടുള്ള ഒരു ടോയും അതിലുണ്ട്. ദർ വർ ടോയ് ട്രക്സ്, എയ്റോപ്ലെയിൻസ് ആൻഡ് ബോട്ട്സ്. മാത്രമല്ല അതിൽ ടോയ് ട്രക്ക് ഉണ്ട്, എയ്റോപ്ലെയിൻസ് ഉണ്ട്, ബോട്ട്സ് ഉണ്ട്, അതെല്ലാം അതിലുണ്ട്. ദർ വർ പിക്ചർ ബുക്സ്, ഗെയിംസ് ആൻഡ് ഡ്രംസ് ടു പ്ലേ. മാത്രമല്ല അതിൽ പിക്ചർ ബുക്ക് ഉണ്ട്, ഗെയിംസ് ഉണ്ട്, മാത്രമല്ല ഈ ചെണ്ട കൊട്ടുന്ന ചെണ്ട പ്ലേ ചെയ്യുന്ന ചെണ്ടയും ഒക്കെ അതിലുണ്ട്. അപ്പോൾ അതിലെന്താണ്? ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ടോയ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ദ ലിറ്റിൽ ട്രെയിൻ ക്യാരിഡ് എവറി കൈൻഡ് ഓഫ് ടോയ് ദാറ്റ് ബോയ്സ് ഓർ ഗേൾസ് വുഡ് പ്ലേ വിത്ത്. അപ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള ടോയ്സ് ഒക്കെ ആയിട്ടാണ് ആ ലിറ്റിൽ ട്രെയിന് പോകുന്നത്. ബട്ട് ദാറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ. അത് മാത്രമല്ല അതിലുള്ളത്, ദ ലിറ്റിൽ ട്രെയിൻ ക്യാരിഡ് ഗുഡ് തിങ്സ് ടു ഈറ്റ് ടു. കഴിക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല സാധനങ്ങളുണ്ട്. ബിഗ് ഗ്രൗണ്ട് ഓറഞ്ചസ്, ഫാറ്റ് റെഡ് ആപ്പിൾസ്, ലോങ് യെല്ലോ ബനാനാസ്, ഫ്രഷ് കോൾഡ് മിൽക്ക് ആൻഡ് ലോലിപോപ്സ് ടു ഈറ്റ് ആഫ്റ്റർ ഡിന്നർ. അപ്പോൾ അതിൽ എന്താണ്? ബിഗ് വലിയ ഓറഞ്ചസ് ഉണ്ട്, ഫാറ്റായിട്ട് നല്ല തടിച്ച റെഡ് കളറിലെ ആപ്പിൾ ഉണ്ട്, നല്ല നീളത്തിലുള്ള ബനാനാസ് ഉണ്ട്, മാത്രമല്ല മിൽക്ക് ഉണ്ട്, പാലുണ്ട്, ലോലിപോപ്സ് ഉണ്ട്. ഡിന്നർ കഴിഞ്ഞിട്ട് കഴിക്കാനുള്ള എല്ലാ സാധനങ്ങളും അതിലുണ്ട്. ദ ലിറ്റിൽ ട്രെയിൻ വാസ് ടേക്കിംഗ് ഓൾ ദീസ് ഗുഡ് തിങ്സ് ടു ദ
അതർ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ. അപ്പോൾ ലിറ്റിൽ ട്രെയിൻ ഇതൊക്കെ കൊണ്ട് എങ്ങോട്ടാണ് പോകുന്നത്? ഈ നല്ല സാധനങ്ങളൊക്കെ കൊണ്ട് ആ മൗണ്ടെയിൻ്റെ അപ്പുറത്തെ സൈഡിലേക്കാണ് പോകുന്നത്. ഹൗ ഹാപ്പി ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ ബി ടു സീ മീ സെഡ് ദ ലിറ്റിൽ ട്രെയിൻ. അപ്പോൾ ലിറ്റിൽ ട്രെയിൻ പറയുകയാണ്, എന്നെ കണ്ടു കഴിഞ്ഞാൽ ബോയ്സും ഗേൾസും ഒക്കെ നല്ല ഹാപ്പി ആകുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ ചിന്തിക്കുകയാണ്. ദേ വിൽ ലൈക്ക് ദ ടോയ്സ് ആൻഡ് ഗുഡ് ഫുഡ് ദാറ്റ് ഐ ആം ബ്രിങ്ങിങ് ബട്ട് ഓൾ അറ്റ് വൺസ് ദ ട്രെയിൻ കെയിം ടു എ ടോപ്പ്. അപ്പോൾ ഞാനവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് നല്ല നല്ല ഫുഡും ടോയ്സും ഒക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ എന്ത് ചെയ്യണം, എനിക്കതിൻ്റെ സ്റ്റോപ്പ് എവിടെയാണോ ഇറങ്ങേണ്ടത് അങ്ങോട്ടേക്ക് എത്തിയാൽ മാത്രമേ അവർക്ക് ഇതൊക്കെ കിട്ടുകയുള്ളൂ. ഷീ കുഡ് നോട്ട് മൂവ് അറ്റ് ഓൾ. പക്ഷെ എന്താണ്, അവൾക്ക് ഇപ്പോൾ നന്നായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ആ ട്രെയിൻ എന്നാണ് പറയുന്നത്. വാട്ട് ഹാപ്പൻ ടു ദ ലിറ്റിൽ ട്രെയിൻ? എന്തായിരിക്കും ആ ലിറ്റിൽ ട്രെയിൻ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? ദ ട്രെയിൻ സ്റ്റോപ്ഡ് സഡൻലി ആൻഡ് ഇറ്റ് കനോട്ട് മൂവ്. അത് പെട്ടെന്ന് തന്നെ നിന്നു, പിന്നെ അതിന് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ ലിറ്റിൽ ട്രെയിൻ ക്യാരി തിങ്സ് ടു ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ? എന്തുകൊണ്ടാണ് ലിറ്റിൽ ട്രെയിൻ ആ മൗണ്ടെയിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് ഇതൊക്കെ കൊണ്ടുപോകുന്നത് എന്തിനാണ്? ദ ഹാൻഡ് ഓവർ ദ ടോയ്സ് ആൻഡ് എ ഡബിൾ തിങ്സ് ടു ദ ഗേൾസ് ആൻഡ് ബോയ്സ്. അപ്പോൾ അവിടെയുള്ള ബോയ്സിനും ഗേൾസിനും ഒക്കെ ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ലിറ്റിൽ ട്രെയിൻ കൊണ്ടുപോകുന്നത്. Then, oh dear, said the little train, what can be the matter? She tried to start up again. ഓ ഡിയർ, എന്താണ് ഇപ്പോൾ എനിക്ക് പറ്റിയത് എന്ന് വിചാരിച്ചിട്ട് ലിറ്റിൽ ട്രെയിന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ബട്ട് ഹെർ വീൽസ് ജസ്റ്റ് വുഡ് നോട്ട് ടേൺ. പക്ഷെ എന്താണ്, അവളുടെ ആ ചക്രങ്ങൾ അങ്ങനെ തിരിയുന്നില്ല, ടേൺ ചെയ്യുന്നില്ല. വി ക്യാൻ ഹെൽപ്പ് സെഡ് ദ ടോയ് എനിമൽ. അപ്പോൾ ടോയ് എനിമൽ പറഞ്ഞു, ഞങ്ങൾ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ദ ക്ലൗൺ ആൻഡ് ദ എനിമൽ ക്ലൈംഡ് ഔട്ട് ഓഫ് ദെയർ കാർസ്. അപ്പോൾ അവരെല്ലാവരും അവരുടെ ആ ഒരു കാർസ് എന്ന് പറഞ്ഞാൽ അവരിരിക്കുന്ന ആ ഒരു ബോഗി, അതിൽ നിന്നും അവരെല്ലാവരും എന്താണ്, താഴേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ദേ ട്രൈ ടു പുഷ് ദ ലിറ്റിൽ ട്രെയിൻ. അവരെന്താണ്, അവർ ലിറ്റിൽ ട്രെയിനെ പുഷ് ചെയ്തു. ബട്ട് ഷീ കുഡ് നോട്ട് മൂവ്. പക്ഷെ എന്താണ്, അതിന് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. വി ക്യാൻ ഹെൽപ്പ് ടു സെഡ് ദ ഡോഴ്സ്. അപ്പോൾ ഡോഴ്സ് പറഞ്ഞു, ഞങ്ങൾ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ആൻഡ് ദേ ഗോട്ട് ഔട്ട് ദ ട്രൈ ടു പുഷ്. അവരും ഇതുപോലെ പുറത്തിറങ്ങിയിട്ട് പുഷ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. സ്റ്റിൽ ദ ലിറ്റിൽ ട്രെയിൻ ഡിഡ് നോട്ട് മൂവ്. പക്ഷേ ഇപ്പോഴും എന്താണ്, ആ ലിറ്റിൽ ട്രെയിന് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, അനങ്ങാൻ വേണ്ടി പറ്റുന്നില്ല. ദ ടോയ്സ് ആൻഡ് ഡോഴ്സ് ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു. അപ്പോൾ ആ ടോയ്സിനും ടോയ്സും ഒന്നും അറിയില്ല ഇനി എന്താണ് ചെയ്യുക എന്ന് അറിയാതെ നിൽക്കുകയായിരുന്നു. ജസ്റ്റ് ദെൻ എ ഷൈനി ന്യൂ എൻജിൻ കെയിം പഫിംഗ് ഡൗൺ അനദർ ട്രാക്ക്. അപ്പോഴാണ് ആ ട്രെയിൻ പോകുന്ന ഒരുപാട് ട്രാക്ക് ഉണ്ടാവില്ല, അപ്പോൾ അപ്പുറത്തെ ട്രാക്കിൽ നിന്നും ഒരു ഷൈനി ന്യൂ എൻജിന് വരുന്നത്. മേ ബി ദാറ്റ് എൻജിൻ ക്യാൻ ഹെൽപ്പ് us, cried the clown. അപ്പോൾ ക്ലൗണ് പറയാണ്, ചിലപ്പം ആ ഒരു എൻജിന് നമ്മളെ സഹായിക്കുമെന്ന് പറയാണ്. ഹി ബിഗാൻ ടു വേവ് എ റെഡ് ഫ്ലാഗ്. അപ്പോൾ റെഡ് ഫ്ലാഗ് കാണിച്ചിട്ട് അതിനെ നിർത്തി. ദ ഷൈനി ന്യൂ എൻജിൻ സ്ലൗഡ് ഡൗൺ. അപ്പോൾ അത് അവിടെ പതുക്കെ വന്ന് നിൽക്കുകയാണ്. ദ ഡോൾസ് ആൻഡ് ടോയ്സ് കോൾഡ് ഔട്ട് ടു ഹിം, അവർ എൻജിൻ ഈസ് നോട്ട് വർക്കിംഗ്, ദേ സെഡ്. അപ്പോൾ ഡോളും ആ ടോയും എല്ലാവരും ചെന്നിട്ട് പറയാണ്, ഞങ്ങളെ എൻജിന് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. പ്ലീസ് പുൾ അവർ ട്രെയിൻ ഓവർ ദ മൗണ്ടെയിൻ. ഇഫ് യു ഡു നോട്ട് ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ നോട്ട് ഹാവ് എനി ടോയ്സ് ഓർ ഗുഡ് ഫുഡ്. അപ്പോൾ പറയാണ്, ഞങ്ങളെ ട്രെയിൻ എങ്ങനെയെങ്കിലുമൊക്കെ പുള്ള് ചെയ്തിട്ട് ആ ഒരു മൗണ്ടെയിൻ്റെ അടുത്തേക്ക് എത്തണം, അല്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ ബോയ്സിനും ഗേൾസിനും ഒന്നും ഫുഡോ ടോയ്സോ ഒന്നും കിട്ടില്ല എന്ന് പറയാണ് ഇവർ. ഓക്കെ, വിൽ ദ ഷൈനി ന്യൂ എൻജിൻ ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ? ആ ലിറ്റിൽ ട്രെയിനെ ആ ഒരു ഷൈനി ന്യൂ എൻജിന് ഹെൽപ്പ് ചെയ്യുമോ? അറിയില്ല അല്ലേ, നമുക്ക് നോക്കാം. The shiny new engine was a bit friendly. You want me to pull you? He asked. അപ്പോൾ ആ ഷൈനി ന്യൂ എൻജിന് എന്താണ്, അത്ര ഫ്രണ്ട്ലി ഒന്നല്ലാതെ ചോദിക്കുകയാണ്, നിങ്ങളുടെ എൻജിന് ഞാൻ പുള്ളി ചെയ്യാനോ? That is not what I do. I carry people. They sit in cars with the soft seats. They look out of the windows. അപ്പോൾ പറയാണ്, എന്നെക്കൊണ്ട് അതൊന്നും പറ്റില്ല, ഞാൻ ആളുകളെയും വഹിച്ചു കൊണ്ടാണ് പോകുന്നത്. എൻ്റെ കാർസിൽ എന്തുണ്ട്, എൻ്റെ ബോഗിയിൽ സോഫ്റ്റ് സീറ്റ് ഉണ്ട്, അതിൽ ആളുകൾ വിൻഡോയിലേക്ക് നോക്കിയിരിക്കുകയാണ്. ദേ ഈറ്റ് ദ നൈസ് ഡൈനിങ് കാർ. അതുമാത്രമല്ല, അവർക്ക് നല്ല നൈസായിട്ടുള്ള ഡൈനിങ് കാറാണ് ഇവിടെ ഉള്ളത്. ദ ഈവൻ സ്ലീപ്പ് ഇൻ എ ഫൈൻ സ്ലീപ്പിംഗ് കാർ. മാത്രമല്ല, അവർക്ക് ഉറങ്ങാനുള്ള സ്ലീപ്പിംഗ് കാറും ഒക്കെ ഇവിടെ ഉണ്ട്. ഹൗ ഡെയർ യു ആസ്ക് മീ? എങ്ങനെയാണ് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാൻ തോന്നിയത്? ദ ഷൈനി ന്യൂ എൻജിൻ വെൻറ്റ് വിത്തൗട്ട് അനദർ വേർഡ്. വേറെ ഒന്നും പറയാതെ ആ ഒരു ന്യൂ ഷൈനി എൻജിൻ അവിടെ നിന്നും പോവുകയാണ്. ഹൗ സാഡ് വേർ ഓൾ ദ ബോയ്സ് ടോയ്സ് ആൻഡ് ഡോൾസ്. അപ്പോൾ അവർക്ക് എന്താണ്, ആ ടോയ്സിനും ഡോൾസിനും ഒക്കെ വളരെയധികം സങ്കടം തോന്നുകയാണ് ചെയ്യുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഷൈനി ന്യൂ എൻജിൻ വാസ് എ ബിറ്റ് ഫ്രണ്ട്ലി ബട്ട് ഹി ഡിഡ് നോട്ട് ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ. വൈ? ആ ഒരു ഷൈനി ന്യൂ എൻജിന് എന്തുകൊണ്ടാണ് ഇവരെ ഹെൽപ്പ് ചെയ്യാതിരുന്നത് എന്നാണ് ചോദിക്കുന്നത്. ബിക്കോസ് ഹി ബിലീവ്ഡ് ദാറ്റ് ഈസ് നോട്ട് ഹിസ് ഡ്യൂട്ടി. അവൻ വിശ്വസിക്കുന്നത് ഇത് അവൻ്റെ ഡ്യൂട്ടി ഒന്നല്ല എന്ന് വിചാരിച്ചിട്ട് അവന് പോവുകയാണ് ചെയ്തത്. നെക്സ്റ്റ് വൺ, ദെൻ ദ ടോയ് ക്ലൗൺ കോൾഡ് ഔട്ട്. അപ്പോൾ ആ ഒരു ക്ലൗൺ എന്ന് പറഞ്ഞാൽ കോമാളി വിളിച്ചു പറയാണ്, ഹിയർ കംസ് അനദർ എൻജിൻ, എ ബിഗ് സ്ട്രോങ് വൺ. ഇനി ഒരു ബിഗ് സ്ട്രോങ് വൺ ആയിട്ടുള്ള ഒരു എൻജിനും കൂടെ വരുന്നുണ്ട്. മേ ബി ദിസ് എൻജിൻ വിൽ ഹെൽപ്പ് us. ചിലപ്പം അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. എഗെയിൻ ദ ക്ലൗഡ് വേവ് ഹിസ് ഫ്ലാഗ്. അപ്പോൾ വീണ്ടും അയാൾ എന്ത് ചെയ്തു, ആ ക്ലൗണ് ആ ഒരു റെഡ് ഫ്ലാഗ് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ദ ബിഗ് സ്ട്രോങ് എൻജിൻ കെയിം ടു എ സ്റ്റോപ്പ്. അപ്പോൾ അത് നേരെ വന്നിട്ട് അവിടെ സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. ദ ടോയ്സ് ആൻഡ് ഡോൾസ് കോൾഡ് ഔട്ട് ടുഗെദർ. അപ്പോൾ അവർ ആ ടോയ്സും ഡോയ്സും എല്ലാവരും ഉറക്കെ വിളിച്ചു പറഞ്ഞു, പ്ലീസ് ഹെൽപ്പ് us ബിഗ് സ്ട്രോങ് എൻജിൻ. ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യ് ബിഗ് സ്ട്രോങ് എൻജിനെ. അവർ ട്രെയിൻ ഈസ് നോട്ട് വർക്കിംഗ്. ഞങ്ങളുടെ ട്രെയിൻ വർക്ക് ചെയ്യുന്നില്ല. ബട്ട് യു ക്യാൻ പുൾ us ഓവർ ദ മൗണ്ടെയിൻ. പക്ഷേ ഞങ്ങൾക്ക് എന്താണ് ആ ഒരു മൗണ്ടെയിൻ്റെ അങ്ങോട്ടേക്ക് എത്തുകയും വേണം. യു മസ്റ്റ് ഹെൽപ്പ് us ഓർ ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ നോട്ട് ഹാവ് എനി ടോയ് ടു പ്ലേ വിത്ത് ഓർ ഗുഡ് ഫുഡ് ടു ഈറ്റ്. അപ്പോൾ എന്താ പറയുന്നത്, ഞങ്ങൾ എങ്ങനെയും ഹെൽപ്പ് ചെയ്യണം, അല്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ ബോയ്സിനും ഗേൾസിനും ഒന്നും ഫുഡോ ടോയ്സോ ഒന്നും ഉണ്ടാവില്ല എന്ന് പറയാണ്. ബട്ട് ദ ബിഗ് സ്ട്രോങ് എൻജിൻ ഡിഡ് നോട്ട് വാണ്ട് ടു ഹെൽപ്പ്. പക്ഷെ എന്താണ്, ആ ബിഗ് സ്ട്രോങ് എൻജിന് ഇവരെ ഹെൽപ്പ് ചെയ്യേണ്ടായിരുന്നു. ഐ ഡോണ്ട് പുൾ ടോയ്സ് ഹി സെഡ്. ഞാൻ ഈ ടോയ്സ് ഒന്നും പുള്ളി ചെയ്യാനില്ല എന്ന് പറയാണ്. ഐ പുൾ കാർസ് ഫുൾ ഓഫ് ഹെവി ലോഡ്. എന്താണ്, ഞാൻ ഫുള്ള് ഹെവി ആയിട്ടുള്ള ലോഡുമായിട്ട് പുള്ളി ചെയ്യാണ്. ഐ പുൾ ബിഗ് ട്രക്സ്. എനിക്ക് ബിഗ് ട്രക്സ് ഒക്കെയാണ് പുള്ളി ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഐ ഹാവ് നോ ടൈം ടു ഹെൽപ്പ് യു. എനിക്ക് നിങ്ങളെ സഹായിക്കാനുള്ള സമയമൊന്നുമില്ല. ആൻഡ് എവേ പഫ്ഡ് ദ ബിഗ് സ്ട്രോങ് എൻജിൻ വിത്തൗട്ട് എ വേർഡ്. ആ ബിഗ് സ്ട്രോങ് എൻജിൻ ഒരു വാക്ക് പോലും ഇണ്ടാതെ അത് അവിടെ നിന്നും പോവുകയാണ് ചെയ്യുന്നത്. ദ ബിഗ് സ്ട്രോങ് എൻജിൻ പഫ്ഡ് എവേ വിത്തൗട്ട് എ വേർഡ്. വാട്ട് വാസ് ദ റീസൺ? എന്താണ് അതൊരു അക്ഷരവും പറയാതെ പിന്നെ അവിടുന്ന് പോയത്? ബിക്കോസ് ഹി ബിലീവ്ഡ് ദാറ്റ് ഇറ്റ് വാസ് നോട്ട് ഹിസ് ഡ്യൂട്ടി ടു ക്യാരി ദ ടോയ്സ്. ഈ ടോയ്സ് ഒന്നും വഹിച്ചു കൊണ്ടുപോവുക എന്നുള്ളത് അതിൻ്റെ ഡ്യൂട്ടി അല്ല എന്നാണ് അത് വിശ്വസിക്കുന്നത്. നെക്സ്റ്റ് നോക്കാം എന്താണ് സംഭവിച്ചത് എന്ന്. ദ ലിറ്റിൽ ട്രെയിൻ വാസ് നോ ലോങ്ങർ ഹാപ്പി. അപ്പോൾ ലിറ്റിൽ ട്രെയിൻ എന്താണ്, ഒരിക്കലും ഹാപ്പി ഒന്നും ആയില്ല. ആൻഡ് ദ ഡോൾസ് ആൻഡ് ടോയ്സ് വേർ റെഡി ടു ക്രൈ. ആ ടോൾസും ടോയ്സും എന്താണ്, കരയാൻ വേണ്ടി തുടങ്ങുകയാണ്. ബട്ട് ദ ക്ലൗൺ കോൾഡ് ഔട്ട്. അപ്പോഴാണ് ആ ക്ലൗണ് വീണ്ടും വിളിച്ചു പറഞ്ഞത്, ലുക്ക് അനദർ എൻജിൻ ഈസ് കമ്മിങ്. അടുത്തൊരു എൻജിന് വരുന്നുണ്ട്. എ ലിറ്റിൽ ബ്ലൂ എൻജിൻ. അതൊരു ലിറ്റിൽ ബ്ലൂ എൻജിനാണ്. എ വെരി ലിറ്റിൽ വൺ. വളരെ ചെറുതായ ഒന്നാണ്. മേ ബി ദിസ് എൻജിൻ വിൽ ഹെൽപ്പ് us. ചിലപ്പോൾ ഇത് നമ്മളെ സഹായിക്കുമെന്ന് പറയാണ്. ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ വാസ് എ ഹാപ്പി എൻജിൻ. ആ ലിറ്റിൽ ബ്ലൂ എൻജിൻ വളരെ സന്തോഷമുള്ള ഒരു എൻജിനായിരുന്നു. ഷീ സോ ദ ക്ലൗൺ വേവിങ് ഹിസ് റെഡ് ഫ്ലാഗ് ആൻഡ് സ്റ്റോപ്ഡ് അറ്റ് വൺസ്. അപ്പോൾ അത് ഈ ക്ലൗൺ ഇങ്ങനെ ആ റെഡ് ഫ്ലാഗ് വേവ് ചെയ്തപ്പോൾ എന്താണ്, അത് അവിടെ വന്നിട്ട് നിന്നു. വാട്ട് ഈസ് ദ മാറ്റർ ഷീ ആസ്ക്ഡ് കൈൻഡ്ലി. അത് വളരെ കൈൻഡായിട്ട് വളരെ ഇതായിട്ട് ചോദിച്ചു, എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു. ഓ ലിറ്റിൽ ബ്ലൂ എൻജിൻ ക്രൈ ദ ഡോൾസ് ആൻഡ് ടോയ്സ്. അപ്പോൾ ആ ടോയ്സും ഡോൾസും ഒക്കെ എന്താണ്, കരയാൻ വേണ്ടി തുടങ്ങുകയാണ്. വിൽ യു പുൾ us ഓവർ ദ മൗണ്ടെയിൻ. നീ ഞങ്ങളെ പുള്ളി ചെയ്തിട്ട് ആ ഒരു മൗണ്ടെയിൻ്റെ അടുത്തേക്ക് എത്തിക്കോ. അവർ എൻജിൻ ഈസ് നോട്ട് വർക്കിംഗ്. ഞങ്ങൾ എൻജിൻ എന്താണ്, വർക്ക് ചെയ്യുന്നില്ല. ഇഫ് യു ഡോണ്ട് ഹെൽപ്പ് ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ ഹാവ് നോ ടോയ്സ് ഓർ ഗുഡ് ഫുഡ്. നീ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ബോയ്സും ഗേൾസിനൊന്നും ടോയ്സോ ഫുഡോ ഒന്നും ഉണ്ടായിരിക്കില്ല. ജസ്റ്റ് ഓവർ ദ മൗണ്ടെയിൻ പ്ലീസ് ഹെൽപ്പ്. എന്താണ്, ജസ്റ്റ് ആ മൗണ്ടെയിൻ്റെ അങ്ങോട്ടേക്ക് എത്തിച്ചാൽ മതി, പ്ലീസ് എന്ന് പറയാണ് നമ്മുടെ ടോയ്സും ഡോൾസും എന്നുള്ളത്. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ, വിൽ ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ. ഈ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഇവരെ ഹെൽപ്പ് ചെയ്യുമോ? അറിയില്ല അല്ലേ, നമുക്ക് നോക്കാം. വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഡിഡ് നോട്ട് ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ. ഇനി ഇവർ ഹെൽപ്പ് ചെയ്തില്ല, ലിറ്റിൽ ബ്ലൂ എൻജിനെ ഹെൽപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ ഉണ്ടാക്കുക? ദ ബോയ്സ് ആൻഡ് ഗേൾസ് വുഡ് നോട്ട് ഗെറ്റ് ദ ടോയ്സ് ആൻഡ് ഫുഡ് ടു ഈറ്റ്. അവർക്ക് ഗേൾസിനും ബോയ്സിനും ഫുഡും അതുപോലെ തന്നെ ടോയ്സും ഒന്നും കിട്ടില്ല. അതാണ് അവിടെ സംഭവിക്കുക അല്ലേ. നമുക്ക് നോക്കാം നെക്സ്റ്റ് എന്താണ് ഉണ്ടായത് എന്നുള്ളത്. ഹോ മൈ ഡിയേഴ്സ് സെഡ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ. അപ്പോൾ ലിറ്റിൽ ബ്ലൂ എൻജിൻ പറയാണ്, ഹോ മൈ ഡിയേഴ്സ് ഐ എം നോട്ട് വെരി ബിഗ്. ഞാൻ വളരെ വലുതൊന്നല്ല. ഐ ഡു നോട്ട് പുൾ ട്രെയിൻ. എനിക്കൊരു ട്രെയിൻ പുള്ളി ചെയ്യാനൊന്നും പറ്റില്ല. ഐ ജസ്റ്റ് വർക്ക് ഇൻ ദ യാർഡ്സ്. ഞാൻ വെറുതെ യാർഡ്സിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഐ ഹാവ് നെവർ ബീൻ ഓവർ ദ മൗണ്ടെയിൻ. ഞാൻ ഇതുവരെ മൗണ്ടെയിൻ്റെ അങ്ങോട്ടേക്കൊന്നും പോയിട്ടില്ല. ബട്ട് വി മസ്റ്റ് ഗെറ്റ് ദർ ബിഫോർ ദ ചിൽഡ്രൻ വേക്ക് അപ്പ്. പക്ഷെ എന്താണ്, കുട്ടികളൊക്കെ എണീക്കുന്നതിന് മുന്നേ നമുക്ക് അവിടെ എത്തണം അല്ലേ. സേ ദ ടോയ്സ് ആൻഡ് ഡോൾസ്. അപ്പോൾ ടോയ്സും ഡോൾസൊക്കെ പറയുകയാണ്, അവർ എണീക്കുന്നതിന് മുന്നേ ഞങ്ങൾക്ക് അവിടെ എത്തണം. പ്ലീസ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ലുക്ക്ഡ് അറ്റ് ദ ഡോൾസ് ആൻഡ് ടോയ്സ്. അപ്പോൾ
ആ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ എന്താണ് ഈ ടോയ്സും ഈ ഡോൾസും ഒക്കെ എല്ലാത്തിനെയും നോക്കുകയാണ്. ഷീ കുഡ് സീ ദാറ്റ് ദേ വർ നോട്ട് ഹാപ്പി. അപ്പോൾ അവൾ നോക്കിയപ്പോൾ മനസ്സിലായി ഇവരൊന്നും എന്താണ് സന്തോഷത്തിലല്ല എന്ന് മനസ്സിലായി. ഷീ തോട്ട് അബൌട്ട് ദ ചിൽഡ്രൻ ഓൺ ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ. അപ്പോൾ ആ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ എന്ത് വിചാരിച്ചു, അപ്പുറത്തെ സൈഡിലെ ആ കുട്ടികളെ കുറിച്ചിട്ടൊന്ന് ആലോചിച്ചു. വിത്തൗട്ട് ടോയ്സ് ഓർ ഗുഡ് ഫുഡ് ദേ വുഡ് നോട്ട് ബി ഹാപ്പി. അവർക്ക് അവർക്ക് എന്താണ് ഈ ടോയ്സും ഈ ഫുഡൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ ഒരിക്കലും ഹാപ്പി ആയിരിക്കില്ല. ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ പുൾഡ് അപ്പ് ക്ലോസർ. അപ്പോൾ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ എന്ത് ചെയ്തു, അതിൻ്റെ അടുത്ത് വന്നിട്ട് ഒന്ന് പുൾ ചെയ്ത് നോക്കി. ഷീ ടുക്ക് ഹോൾഡ് ഓഫ് ദ ലിറ്റിൽ ട്രെയിൻ. ആ ലിറ്റിൽ ട്രെയിനെ ഹോൾഡ് ചെയ്തു. ദ ടോയ്സ് ആൻഡ് ഡോൾസ് ക്ലൈംഡ് ബാക്ക് ഇൻ ടു ദെയർ കാർസ്. അപ്പോൾ ഈ ടോയ്സും ഡോയ്സും ഒക്കെ എന്ത് ചെയ്തു, വീണ്ടും തിരിച്ച് അതിൻ്റെ കാർസിലേക്ക് ആ ബോഗിയിലേക്ക് പോവുകയാണ്. Then first question, how does the little blue engine differ from the other engines? ലിറ്റിൽ ബ്ലൂ എഞ്ചിന് ബാക്കിയുള്ള എഞ്ചിനിൽ നിന്നും എന്തായിരുന്നു ഡിഫറെൻ്റ് ഉണ്ടായിരുന്നത്? ബിക്കോസ് ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ ട്രൈ ടു ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ. അതിന് ജസ്റ്റ് ഹെൽപ്പ് ചെയ്യുമെങ്കിലും ചെയ്തു അല്ലേ. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ ക്വാളിറ്റീസ് ദാറ്റ് യു ഫൈൻഡ് ഇൻ ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ? ഈ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ്റെ എന്ത് ക്വാളിറ്റീസ് ആണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്? ഷീ ഈസ് കൈൻഡ് ഹാർട്ടഡ്, സിമ്പതറ്റിക് ആൻഡ് ഹാവ് എ ഹെൽപ്ഫുൾ മൈൻഡ്. വളരെ കൈൻഡ് സ്മാർട്ടാണ്, മാത്രമല്ല വളരെ സിമ്പതറ്റിക് ആയിട്ടും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി ഒക്കെ ഉണ്ടെന്ന് മനസ്സിലായി. നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചത് എന്ന്. At last the little blue engine said, I think I can climb up the mountain. I think I can. I think I can. Then the little blue engine began to pull. അപ്പോൾ നമ്മുടെ ലിറ്റിൽ ബ്ലൂ എഞ്ചിന് പറയുകയാണ്, എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ മല കയറാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്കങ്ങനെ തോന്നുന്നു, എനിക്ക് കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പുള്ള് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഷി പുൾഡ് ആൻഡ് ഷി ടഗ്ഡ്. ഐ തിങ്ക് ഐ ക്യാൻ ഷി സെഡ്. അപ്പോൾ അതിങ്ങനെ പുള്ള് ചെയ്യുമ്പോൾ പറയാണ് എനിക്ക് പറ്റുമെന്നാണ് തോന്നുന്നത് എന്നിങ്ങനെ പറയാണ്. സ്ലോലി ദ ട്രെയിൻ സ്റ്റാർട്ടഡ് ടു മൂവ്. അപ്പോൾ പതുക്കെ ട്രെയിനെ അത് മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ദ ഡോൾസ് ആൻഡ് ടോയ്സ് ബിഗെയിൻ ടു സ്മൈൽ ആൻഡ് ക്ലാപ്പ്. അപ്പോൾ ആ പാവകളും അതുപോലെ തന്നെ കളിക്കുന്ന സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു, ആ സന്തോഷം കൊണ്ട് ചിരിച്ച് കൈ ക്ലാപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പ് ദ മൗണ്ടെയിൻ വെൻ ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ. അങ്ങനെ അതെന്ത് ചെയ്തു, മൗണ്ടെയിൻ്റെ മേലേക്ക് കയറി. ആൻഡ് ഓൾ ദ ടൈംസ് ഷീ കെപ്റ്റ് സേയിങ്. അപ്പോൾ എല്ലാ സമയത്തും അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു, ഐ തിങ്ക് ഐ ക്യാൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പ് ദ ലിറ്റിൽ എഞ്ചിൻ ക്ലൈംബിങ് ആൻഡ് ക്ലൈംബ്. അങ്ങനെ ലിറ്റിൽ എഞ്ചിന് കയറി അവസാനം അവിടെ എത്തിയെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ ഡോൾസ് ആൻഡ് ടോയ്സ് സ്റ്റാർട്ട് സ്മൈലിംഗ് ആൻഡ് ക്ലാപ്പിംഗ്? എന്തുകൊണ്ടാണ് ഈ ഡോൾസും ടോയ്സൊക്കെ കൈയടിച്ച് ക്ലാപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്? എന്തുകൊണ്ടാണ്? ബിക്കോസ് ദ ലിറ്റിൽ ട്രെയിൻ സ്റ്റാർട്ടഡ് ടു മൂവ് ബൈ ദ ഹെൽപ്പ് ഓഫ് ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ. ആ ഒരു ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മളെ ലിറ്റിൽ ട്രെയിന് മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങി, അതുകൊണ്ടാണ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ സേസ് ഐ തിങ്ക് ഐ ക്യാൻ? എന്തുകൊണ്ടായിരുന്നു ആ ലിറ്റിൽ ബ്ലൂ എഞ്ചിന് എനിക്ക് തോന്നുന്നത് എനിക്ക് കഴിയുമെന്നാണെന്ന് ഇങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടായിരുന്നു? ബിക്കോസ് ഷീ ട്രൈ ടു ഗ്രോ അപ്പ് ഹെർ സെൽഫ് കോൺഫിഡൻസ്. അത് കോൺഫിഡൻസ് സ്വയം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. ദെൻ അറ്റ് ലാസ്റ്റ് ഷീ റീച്ച്ഡ് ദ ടോപ്പ് ഓഫ് ദ മൗണ്ടെയിൻ. അങ്ങനെ അവസാനം അവർ മൗണ്ടെയിൻ്റെ ടോപ്പിലേക്ക് എത്തി. ഡൗൺ ബിലോ ലേ ദ സിറ്റി. അപ്പോൾ അവർക്ക് താഴെയായിട്ട് സിറ്റി കാണാൻ വേണ്ടി പറ്റി. ഹുറേ കൈഡ് ദ ടോൾസ് ആൻഡ് എനിമൽസ്. അപ്പോൾ എനിമൽസും ടോൾസൊക്കെ ഹുറേ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ കരയാൻ വേണ്ടി തുടങ്ങി. ദ ബോയ്സ് ആൻഡ് ദ ഗേൾസ് വിൽ ബി സോ ഹാപ്പി. അപ്പോൾ അവിടെയുള്ള ബോയ്സും ഗേൾസൊക്കെ വളരെയധികം ഹാപ്പിയായി. ഓൾ ബിക്കോസ് യു ഹെൽപ്ഡ് us a little blue engine said the toy ക്ലൗൺ. അപ്പോൾ ആ ക്ലൗൺ പറയാണ്, നീ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് വേണം ഇവർക്കൊക്കെ സന്തോഷമായത് എന്ന് പറയാണ്. ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ ജസ്റ്റ് സ്മൈൽഡ്. അപ്പോൾ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ ജസ്റ്റ് ഒന്ന് ചിരിച്ചു. ബട്ട് ആസ് ഷി പഫ് ഡൗൺ ദ മൗണ്ടെയിൻ ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ സീം ടു സേ. അപ്പോൾ പറഞ്ഞു, എനിക്ക് പറ്റും, എനിക്ക് കഴിഞ്ഞു ഐ തോട്ട്, എൻ്റെ ചിന്ത ഐ കുഡ്, എനിക്ക് കഴിഞ്ഞു എന്ന് വീണ്ടും ഇങ്ങനെ പറയാൻ വേണ്ടി തുടങ്ങി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ക്യാരക്ടർ ഇൻ ദിസ് സ്റ്റോറി ഡു യു ലൈക്ക് ദ മോസ്റ്റ്? വൈ? ഏത് ക്യാരക്ടറിനെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത്, എന്തുകൊണ്ട്? ആരെയായിരുന്നു? ഐ ലൈക്ക് ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ ബിക്കോസ് ഷീ ഹാഡ് ദ ലിറ്റിൽ ട്രെയിൻ. അതുകൊണ്ട് അതിനെയാണ് ഇഷ്ടമായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സജസ്റ്റ് അനദർ ടൈറ്റിൽ ഫോർ ദ സ്റ്റോറി. ഈ സ്റ്റോറിക്ക് മറ്റൊരു ടൈറ്റിൽ കൊടുക്കാൻ എന്ത് കൊടുക്കാം? ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ നിന്ന് നമുക്ക് കൊടുക്കാം അല്ലേ.
നെക്സ്റ്റ് വൺ ഇതിലെ ഓതറിനെ കുറിച്ചിട്ടാണ്. അർണോൾഡ് മങ്ക് വാസ് ബോൺ ഇൻ ഹംഗറി. ദിസ് സ്റ്റോറി ഈസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് വേർഷൻ ഓഫ് ദ ഫെയറി ടെയിൽ. ഹി ചോസ് ദ പെൻ നെയിം വാറ്റി പൈപ്പർ. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തെ വാറ്റി പൈപ്പർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മാത്രമല്ല അദ്ദേഹം ഇത് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഫെയറി ടെയിൽ കൂടെയാണ്. ഇതിലെ ന്യൂ വേർഡ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇനി ആക്ടിവിറ്റി ആണ്. ആക്ടിവിറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്